പഴവും ഗോതമ്പ് മാവും വെച്ചിട്ട് അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 3 പാളയംകുളം പഴമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നെയ്യിലൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് പഴം നെയ്യ് രൂപത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പഴം നെയ്യിലൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അങ്ങനെ പഴം നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത ശേഷം അതിലേക്ക് ഗോതമ്പ് മാവ് റവയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഉള്ളി, പച്ചമുളക്, നമ്മുടെ ഉള്ളിയുടെ ഇല, കറിവേപ്പിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ചില്ലി ഫ്ലെക്സ്, കുരുമുളക് ക്രഷ് ചെയ്തതാണ്, ഉപ്പ്, പിന്നെ അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. എന്നിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അല്പം വെള്ളം കൂടി ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഇരുമ്പ് ചട്ടിയിൽ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വന്ന സമയം ഇത് ഈ ഷേപ്പിലാണ് കേട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഒരു വശം റെഡിയായി വന്നപ്പോൾ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ചും മറിച്ചും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.